7, 8 തീയതികളിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട റിവ്യൂ റിപ്പോർട്ട് ഏകകണ്ഠമായി അംഗീകരിക്കുകയുണ്ടായി. ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിട്ട പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് കേരളത്തിലെ എല്ലാ സംഘടനാ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് ആഴത്തിലുള്ള വിമർശനവും സ്വയം വിമർശനവും കേൾക്കണം. അതുകൂടി ചേർത്ത് വേണം സംസ്ഥാന റിവ്യൂ തയ്യാറാക്കാൻ എന്ന് പാർട്ടി ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു. ആ അർത്ഥത്തിൽ ഏതാണ്ട് 40,000-ത്തിലധികം ഘടകങ്ങൾ, അതിലുള്ള ലക്ഷക്കണക്കിന് സഖാക്കളുടെ അഭിപ്രായം കേട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഈ റിവ്യൂ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റി ഏകകണ്ഠമായി അംഗീകരിച്ചത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPM-ന് ഏറ്റെടുക്കാനുള്ള കർമ്മ പദ്ധതികൾ, അതിനായി വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി, പാർട്ടി സംസ്ഥാന കമ്മിറ്റി മാത്രമല്ല, അതോടൊപ്പം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളായും മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളുടെയും ഒരു യോഗം സംസ്ഥാന വിപുലീകൃത യോഗം എന്ന നിലയിൽ ആഗസ്റ്റ് മാസം ചേർന്ന് ഭാവി പരിപാടികളെ സംബന്ധിച്ചെല്ലാം വളരെ ഗൗരവപൂർണമായ ഒരു പരിശോധന, അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ കൂടി കണക്കിലെടുത്ത് ഇങ്ങനെ നമുക്ക് ഫലപ്രദമായി സംഘടനാ രാഷ്ട്രീയ ധാരണയോടെ മുന്നോട്ടേക്ക് പോകാം എന്നുള്ള കൃത്യമായ പരിപാടിയാണ് ആഗസ്റ്റ് മാസത്തോടുകൂടി ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്രക്രിയയിൽ ഇതിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നോടിയായി ജനങ്ങളുടെ ആകെ അഭിപ്രായം, ഇപ്പോൾ ഞങ്ങൾ പാർട്ടി ഘടകങ്ങളെയാണ് കേട്ടത്. നേരത്തെ പറഞ്ഞതുപോലെ അതിലുള്ള പാർട്ടി സഖാക്കളുടെ ചർച്ചയുമാണ് ഞങ്ങൾ കേട്ടത്. എല്ലാ ജനങ്ങളുടെയും, CPI മാത്രമല്ല, ഞങ്ങളുടെ അനുഭാവികൾ മാത്രമല്ല, അല്ലാത്തവർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും അഭിപ്രായങ്ങൾ തേടാൻ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ വഴിയും അതുപോലെ തന്നെ മെയിൽ വഴിയെല്ലാം എല്ലാവർക്കും പാർട്ടിയുടെ ഞാൻ ഈ പറഞ്ഞ ഈ കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ എങ്ങനെ നമുക്ക് വിജയകരമായി നേരിടാം, കേരളത്തെ ഇനിയും ഫലപ്രദമായിട്ട് എങ്ങനെ അതിൻ്റെ സത്പാരമ്പര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ടേക്ക് നയിക്കാം എന്നുള്ള കാര്യത്തിൽ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ നേടുക. പത്രപ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും, മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു ജനാധിപത്യ രീതി ഞങ്ങളിതിലൂടെ കൈകാര്യം ചെയ്യുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ വലിയ തിരിച്ചടിയാണ്
LDFിനുണ്ടായത് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ആ കാര്യം തന്നെയാണ് റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ കണ്ടത്. ഇങ്ങനെയുള്ളൊരു പരാജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഉണ്ടാവുമെന്നും മുൻകൂട്ടി മനസ്സിലാക്കാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന സ്വയം വിമർശനം ഞങ്ങൾ അംഗീകരിച്ചു. താഴെ നിലവാരം വരെ പരിശോധിച്ചപ്പോൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നതാണ്. കേരളത്തിലെ സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് ആഗോള തലങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ലോകത്ത് പൊതുവെ വലതുപക്ഷ സ്വാധീനം ശക്തിപ്പെട്ടു വന്നൊരു കാലമാണ് ഇത്. ലോകമെന്ന് പറയുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയാണ്. ഈ വലതുപക്ഷ വൽക്കരണത്തിൻ്റെ, വലതുപക്ഷ സ്വാധീനത്തിൻ്റെ, ശക്തിയുടെ എല്ലാം സ്വാധീനം കേരളത്തിൻ്റെ ചിന്താമണ്ഡലത്തിലും ഉണ്ട് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. കേരളം ഒറ്റപ്പെട്ട ഒരു തുരുത്ത് പോലെ നിൽക്കുകയല്ല, ലോക സമ്പദ് വ്യവസ്ഥയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. സ്വാഭാവികമായി LDF സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ പൊതുവെ ജനങ്ങൾ സ്വീകാര്യത നൽകുക ആണ് ചെയ്തത്. എന്നാൽ നിർമ്മാണ മേഖലയുൾപ്പെടെയുള്ള പരമ്പരാഗത മേഖലയിൽ ജനങ്ങളുടെ ചില പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാനായിട്ടില്ല എന്ന പ്രശ്നം താഴെ ചർച്ച ചെയ്യുമ്പോൾ ശക്തിയായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അത് ജനങ്ങളിലുണ്ടാക്കിയ അസംതൃപ്തി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യവും റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കണ്ടു. ഏതാണ്ട് 30 മണ്ഡലങ്ങളിൽ BJP വോട്ടുകൾ UDFന് നൽകുകയും ചില മണ്ഡലങ്ങളിൽ UDFന് അവർക്ക് ജയിക്കാൻ സാധിക്കില്ല എന്ന് കാണുന്ന ചില മണ്ഡലങ്ങളിൽ അവർ BJPക്ക് വിജയിക്കാൻ വോട്ട് നൽകുകയും ചെയ്യുന്ന ഒരു UDF-BJP ഡീല് ഞങ്ങൾ കണ്ടു. അത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കേരളത്തിൽ വന്നിട്ട് CPM-നെതിരായിട്ട് പ്രസംഗിച്ചത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി പ്രസംഗിച്ചത് എന്തുകൊണ്ട് പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ കോൺഗ്രസ് BJP ഡീലിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാടുകൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കത്തക്ക രീതിയിലാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രേരണയിലാണ് രാഹുൽ ഗാന്ധി പിണറായിക്കെതിരായും കേന്ദ്ര ഏജൻസികൾ ഇടപെടണം എന്ന ആവശ്യവും ഡീലിൻ്റെ പ്രശ്നവും എല്ലാം പറഞ്ഞതെന്ന് ഇന്ത്യ കൂട്ടായ്മയുടെ യോഗത്തിൽ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞ കാര്യം ഇപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് നേതാവായ ഹിറ്റ്ലറിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് താൻ പ്രവർത്തിക്കുന്നതെന്ന് കോൺഗ്രസിൻ്റെ നേതാവായ
തെലങ്കാന മുഖ്യമന്ത്രി പരസ്യമായ നിലപാട് സ്വീകരിച്ചതായി പത്രങ്ങളിലൊക്കെ വാർത്ത വരികയുണ്ടായി. അപ്പോൾ രേവന്ത് റെഡ്ഡിയുടെ നിലപാട് ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഫാസിസ്റ്റ് നേതാവിൻ്റെ അനുയായിയെ പോലെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതും പഴയ അടിയന്തരാവസ്ഥ കാലഘട്ടവും കൂട്ടിച്ചേർത്താൽ ഏത് തരത്തിലുള്ള അമിതാധികാര നിലപാടും മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം ആളുകൾ എന്ന് വ്യക്തമാകുന്ന ഒന്നാണ്. അതേപോലെ വളരെ പ്രധാനം തന്നെയാണ് അദാനി ഗ്രൂപ്പ് ഉദ്യോഗസ്ഥരുമായി കർണാടകയിലെ NDA ഘടകകക്ഷിയുമായി അതിൻ്റെ നേതാക്കളുമായി മംഗലാപുരത്ത് വെച്ച് നടത്തിയിട്ടുള്ള മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പുള്ള VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കൂടിക്കാഴ്ച. അതിൻ്റെ എന്താണ് എന്ന് പല മേഖലയിൽ നിന്നും ചോദ്യം ഉയർന്നപ്പോഴും ആ ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി സ്വയം ഏറ്റെടുത്തു. കേരളത്തിലെയും അതുപോലെ തന്നെ കർണാടകത്തിലെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഭാഗമായി വന്ദേമാതരം ചൊല്ലിയതും ഇപ്പോഴ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ VCയെ നിശ്ചയിച്ചത് D. മാവൂദ് എന്ന RSSൻ്റെ പ്രമുഖ നേതാവിൻ്റെ അദ്ദേഹം സംഘടനാ നേതാവാണ്, അദ്ദേഹത്തെയാണ് നിശ്ചയിച്ചത്. അതിനെ തുടർന്ന് സംഘപരിവാറിൻ്റെ ഭാഗമായിട്ടുള്ള 19 പേരെ അവിടെ MG യൂണിവേഴ്സിറ്റിയിൽ സെനറ്റ് അംഗങ്ങളായി തീരുമാനിക്കുകയും ചെയ്തു. ഗവർണറുടെ ഈ നടപടിക്കെതിരായിട്ട് ഒരക്ഷരം പറയാൻ ഗവൺമെന്റും തയ്യാറില്ല, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പോലും തയ്യാറില്ല. ഈ കാവ്യവൽക്കരണ നിലപാടിനെതിരായിട്ടുള്ള സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ സന്ദർഭത്തിലും ശക്തിയായിട്ട് ഉയർത്തിയതാണ്. പക്ഷെ യാതൊരു പ്രതികരണവുമില്ലാതെ, പ്രതിഷേധവുമില്ലാതെ സർവകലാശാല പൂർണ്ണമായും ഉന്നത വിദ്യാഭ്യാസം കാവ്യവൽക്കരണത്തിലേക്ക് നയിക്കുന്ന സമീപനത്തിന് കൂട്ടുനിൽക്കുന്ന നിലപാടാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയിട്ടുള്ള കോൺഗ്രസിൻ്റെയും BJPയുടെയും ഡീൽ വ്യക്തമാക്കുന്നതാണ് ഈ കാര്യം. കേരളത്തിൽ 3 സീറ്റിൽ BJP ജയിക്കുകയുണ്ടായി. അതീവ ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ്. ആ റിസൾട്ട് പ്രഖ്യാപിച്ച ദിവസം രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJPയുടെ കേരളത്തിലെ നേതാവ് പറഞ്ഞത്, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിട്ടത് CPMനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയുമാണ് എന്നാണ്. അന്ന് പറയുമ്പോൾ എത്രത്തോളം എന്നുള്ളതിന് ജനങ്ങൾക്ക് വ്യക്തതയുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 30 നിയോജക മണ്ഡലങ്ങളിൽ BJP വോട്ട് UDFന് അനുകൂലമായിട്ട് മറച്ച ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ആ വോട്ട് കൂടി നേടിയിട്ടാണ് അവർ 100+ പറഞ്ഞത് എന്ന് ഇപ്പോഴാണത് ഗൗരവപൂർവ്വം ആഴത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ CPIMും BJPയുമാണ് ഡീലെന്നുള്ള പ്രചാരണം പുറത്തു നടത്തി കൃത്യമായ അജണ്ട വെച്ച് BJP വോട്ടും കോൺഗ്രസ് വോട്ടും പരസ്പരം കൈമാറുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ്.